ഏവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിൽ ആവശ്യമായ ശേഷിക്കും വോൾട്ടേജ് റേറ്റിംഗിനുമായി കപ്പാസിറ്ററുകൾ ഗ്രൂപ്പ് ചെയ്യാം. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കപ്പാസിറ്ററുകൾ ബന്ധിപ്പിക്കാൻ കഴിയും. പരമ്പരയും സമാന്തര കോമ്പിനേഷനുകളും. നമുക്ക് കപ്പാസിറ്ററുകളുടെ പരമ്പര കണക്ഷൻ ചർച്ച ചെയ്യാം. കപ്പാസിറ്ററുകൾ ഒന്നിനു പുറകെ ഒന്നായി ബന്ധിപ്പിക്കുമ്പോൾ അതിനെ സീരീസ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. നൽകിയിരിക്കുന്ന സർക്യൂട്ടിൽ കപ്പാസിറ്ററിന്റെ വലതുവശത്തിന് മുകളിൽ C1, ഇടതുവശത്തെ പ്ലേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. C2, അതിന്റെ വലതുവശത്തെ പ്ലേറ്റ് മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ വലതുവശത്തെ പ്ലേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. C3. ഒരു ധ്രുവീകരണ കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ C2വിനെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന C1ന്റെ നെഗറ്റീവ് ടെർമിനൽ പോലെ C3യുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. C2വിന്റെ നെഗറ്റീവ് ടെർമിനൽ പോലെ ശരിയായ പോളാരിറ്റി ഉപയോഗിച്ച് അത് ശരിയായി ബന്ധിപ്പിച്ചിരിക്കണം. ധ്രുവീകരിക്കപ്പെടാത്ത കപ്പാസിറ്ററുകളുടെ കാര്യത്തിൽ ഈ കപ്പാസിറ്ററുകൾ മുതൽ നിങ്ങൾക്ക് ഏതു വശത്തും സീരീസായി ബന്ധിപ്പിക്കാൻ കഴിയും. നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് അതേപടി നിലനിൽക്കും. അതേസമയം സീരീസ് കണക്റ്റഡ് കപ്പാസിറ്ററിൽ Q ചാർജ് ചെയ്യുക അതേപടി തുടരുന്നു. കപ്പാസിറ്റൻസിന്റെ വളരെ വലിയ യൂണിറ്റാണ് ഫാരഡ്. മിക്ക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലും ഫാരഡ് മൂല്യങ്ങളുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നില്ല. മിക്ക കപ്പാസിറ്ററുകളിലും സാധാരണയായി മൈക്രോ ഫാരഡുകൾ MF, നാനോ ഫാരഡുകൾ NF എന്നിവയിൽ റേറ്റ് ചെയ്തിരിക്കുന്നു. One MF is equal to 10 minus 3 F. 10 minus 3 F is equal to 0.001 F. 1 microfarad is equal to 10 minus 6 F is equal to 0.00001 F. 1 nanofarad is equal to 10 minus 9 F is equal to 0.0000001 F. നമുക്കത് പ്രായോഗികമാക്കാം. C1, C2 എന്നീ രണ്ട് കപ്പാസിറ്ററുകളുടെ മൂല്യങ്ങൾ യഥാക്രമം 2, 4 മൈക്രോ ഫാരഡുകൾ ആയിരിക്കട്ടെ. സീരീസ് കണക്റ്റഡ് കപ്പാസിറ്ററുകളുടെ തുല്യമായ കപ്പാസിറ്റൻസ് കണ്ടെത്താൻ ഫോർമുലയിലെ മൂല്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C is equal to 1/1 divided by C1 plus 1 divided by C2. C is equal to 1 divided by 1 divided by 2 plus 1 divided by 4. മൊത്തം അല്ലെങ്കിൽ തുല്യമായ കപ്പാസിറ്റൻസ് ഏകദേശം 1.33 മൈക്രോ ഫാരഡിന് തുല്യമാണെന്ന് നമുക്ക് ലഭിക്കും. ഇപ്പോൾ AC വോൾട്ടേജിന്റെ ഉറവിടം, അതായത് 230 വോൾട്ട് 50 ഹെർട്സ്, മൂവിംഗ് അയൺ അമീറ്റർ 0 മുതൽ 1 ആംപ്സ് വരെ, ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ച് S എന്നിവയെല്ലാം സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുക. യഥാക്രമം C1, C2 എന്നീ കപ്പാസിറ്ററുകൾക്ക് സമാന്തരമായി V1, V2 എന്നിവയിൽ 10 വോൾട്ട് വീതം അളക്കാൻ ആവശ്യമായ 0 മുതൽ 300 വോൾട്ട് വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടയ്ക്കുക. തന്നിരിക്കുന്ന പട്ടികയിലെ അമീറ്ററുകളുടെയും വോൾട്ട്മീറ്ററുകളുടെയും മൂല്യങ്ങൾ ശ്രദ്ധിക്കുക. അളന്ന റീഡിംഗുകൾ ഇനി പറയുന്ന രീതിയിൽ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. കപ്പാസിറ്റൻസ് മൈനസ് റിയാക്റ്റൻസ് XC is equal to 1/2 പൈ FC മൂല്യം കണക്കാക്കുക. പൈക്ക് 3.14, ഫ്രീക്വൻസിക്ക് 50 ഹെർട്സ്, സിക്ക് 1.33 മൈക്രോ ഫാരഡ് എന്നിവ മാറ്റിസ്ഥാപിക്കുക. കാരണം ഞങ്ങൾ ഇതിനകം മൊത്തം കപ്പാസിറ്റൻസ് 1.33 മൈക്രോ ഫാരഡായി കണക്കാക്കിയിട്ടുണ്ട്. അതിനാൽ നമുക്ക് കപ്പാസിറ്റൻസും പ്രതികരണവും ലഭിക്കുന്നു. XC is equal to 2394 ohms. ഫോർമുല ഉപയോഗിച്ച് കറണ്ട് കണക്കാക്കുക. I is equal to V by XC.
I ഈസ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 2394. നമുക്ക് 0.1 ആംസ് അല്ലെങ്കിൽ 100 മില്ലി ആംസ് കറണ്ട് ലഭിക്കും. ഫോർമുലയിൽ നിന്ന് C1, C2 എന്നിവയിൽ ദൃശ്യമാകുന്ന വോൾട്ടേജ് V1, V2 എന്നിവ കണക്കാക്കുക. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു XC. സമാനമായി V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു XC1. V ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു XC2. മൂല്യങ്ങൾക്ക് പകരമായി നമുക്ക് V1 ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 1592 ലഭിക്കും. V1 ഈസ് ഈക്വൽ ടു 159.2 വോൾട്ട്. V2 ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 796. V2 ഈസ് ഈക്വൽ ടു 79.6 വോൾട്ട്. നിങ്ങൾ V1, V2 എന്നിവ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 239 വോൾട്ട് ലഭിക്കും. ഇത് 240 വോൾട്ടുകളുടെ ഇൻപുട്ട് വോൾട്ടേജിന് ഏകദേശം തുല്യമാണ്. കണക്കാക്കിയ മൂല്യങ്ങൾ അളന്ന മൂല്യങ്ങൾക്ക് തുല്യമാണെന്ന് ഉറപ്പാക്കുക. വ്യത്യസ്ത മൂല്യങ്ങൾക്കായി കപ്പാസിറ്ററുകൾ C1, C2 എന്നിവ മാറ്റിസ്ഥാപിക്കുക. ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ കണക്കാക്കിയ മൂല്യവും അളന്ന മൂല്യവും താരതമ്യം ചെയ്യുക. നമുക്ക് സമാന്തര സർക്യൂട്ടുകൾ ചർച്ച ചെയ്യാം. കപ്പാസിറ്ററിന്റെ ഒരു അറ്റം ഒന്നിച്ച് ബന്ധിപ്പിക്കുക. കപ്പാസിറ്ററിലെ സമാന്തര കണക്ഷനുകൾ ഉണ്ടാക്കാൻ മറ്റൊന്ന്. ഇതൊരു ധ്രുവീകരിക്കപ്പെട്ട കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററുകളുടെ എല്ലാ പോസിറ്റീവ് ടെർമിനലുകളും ഒരുമിച്ചും കപ്പാസിറ്ററുകളുടെ എല്ലാ നെഗറ്റീവ് ടെർമിനലുകളും ഒരുമിച്ചും ബന്ധിപ്പിക്കുക. ഇതൊരു ധ്രുവീകരിക്കപ്പെട്ട കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററുകളുടെ എല്ലാ പോസിറ്റീവ് ടെർമിനലുകളും ഒരുമിച്ചും കപ്പാസിറ്ററുകളുടെ എല്ലാ നെഗറ്റീവ് ടെർമിനലുകളും ഒരുമിച്ചും ബന്ധിപ്പിക്കുക. കപ്പാസിറ്ററിൽ ധ്രുവീയത തെറ്റായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കുക. ഒരു നോൺ പോളറൈസ്ഡ് ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് വശങ്ങളും ഒരുമിച്ചും മറുവശം ഒരുമിച്ചും ബന്ധിപ്പിക്കാൻ കഴിയും, കാരണം അവയ്ക്ക് ധ്രുവീകരണമില്ല. രണ്ട് കപ്പാസിറ്ററുകൾ C1, C2 എന്നിവ സമാന്തരമായി ബന്ധിപ്പിക്കുക. സമാന്തരമായി മൊത്തം അല്ലെങ്കിൽ തത്തുല്യമായ കപ്പാസിറ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ബന്ധിപ്പിച്ച കപ്പാസിറ്ററുകൾ കണക്കാക്കാം. C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2. ലളിതമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കപ്പാസിറ്റർ മൂല്യങ്ങളും ചേർക്കുക. C1, C2 എന്നിവയുടെ കപ്പാസിറ്റർ മൂല്യങ്ങൾ യഥാക്രമം 2, 4 മൈക്രോ ഫാരഡുകൾ ആയിരിക്കട്ടെ. ഈ സർക്യൂട്ടിനുള്ള മൊത്തം കപ്പാസിറ്റൻസ് 6 മൈക്രോ ഫാരഡുകളാണ്. സ്വിച്ച് S ഉപയോഗിച്ച് സർക്യൂട്ടിലേക്ക് 50 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു AC 230 വോൾട്ട് ഉറവിടം ബന്ധിപ്പിക്കുക. വോൾട്ടേജ് സ്രോതസ്സിനും കപ്പാസിറ്റർ സർക്യൂട്ടിനും ഇടയിൽ 0 മുതൽ 1 ആംപിയർ വരെയുള്ള ശ്രേണിയിൽ മൂവിംഗ് അയൺ അമ്മീറ്റർ ബന്ധിപ്പിക്കുക. കപ്പാസിറ്റർ സർക്യൂട്ടിലുടനീളം 0 മുതൽ 300 വോൾട്ട് വരെയുള്ള ചലിക്കുന്ന ഇരുമ്പ് വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് അടയ്ക്കുക. ടാബുലേഷനിൽ അമ്മീറ്റർ വോൾട്ട്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. സ്വിച്ച് S തുറക്കുക. കപ്പാസിറ്ററുകൾ C1, C2 എന്നിവ ടാബുലേഷനിൽ നൽകിയിരിക്കുന്നതുപോലെ വ്യത്യസ്ത മൂല്യങ്ങൾ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശേഷം അവ പിന്തുടരുക. കണക്കാക്കിയ മൂല്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അളന്ന മൂല്യം പരിശോധിക്കാം. സ്റ്റെപ്പ് 1. ഫോർമുല ഉപയോഗിച്ച് കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് XC കണക്കാക്കുക. XC ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു F ഇൻറ്റു C. XC ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 6 into 10 the square of minus 6. 10 to the root of minus 6. XC is equal to 530 ohms. ഫോർമുല ഉപയോഗിച്ച് കറണ്ട് കണക്കാക്കുക. I is equal to V by XC. I is equal to 240 divided by 530. നമുക്ക് ഇത് 0.45 ആംപിയർ അല്ലെങ്കിൽ 450 മില്ലി ആംപിയറായി ലഭിക്കും. കണക്കാക്കിയ മൂല്യം അളന്ന മൂല്യം ഉപയോഗിച്ച് പരിശോധിക്കുക. ഇതിൽ നിന്ന് കപ്പാസിറ്ററുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ പ്രതിപ്രവർത്തനം വർദ്ധിക്കുന്നു, അതിനാൽ കറണ്ട് കുറയുന്നു. സമാന്തരമായി പ്രതിപ്രവർത്തനം കുറവാണ്, അതിനാൽ നിലവിലെ മൂല്യം വർദ്ധിക്കുന്നു. പരമ്പരകളുടെയും സമാന്തര സർക്യൂട്ടുകളുടെയും സംയോജനത്തിൽ കപ്പാസിറ്ററുകളുടെ ഗ്രൂപ്പിംഗിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സ്റ്റെപ്പ് 1. C1, C2, C3 എന്നിങ്ങനെ
3 കപ്പാസിറ്ററുകൾ എടുക്കുക. അവയുടെ മൂല്യങ്ങൾ യഥാക്രമം 2, 4, 6 മൈക്രോ ഫാരഡുകൾ ആയിരിക്കട്ടെ. കപ്പാസിറ്ററുകൾ C2, C3 എന്നിവ സമാന്തരമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ C2, C3 എന്നീ കപ്പാസിറ്ററുകളിലേക്ക് സീരീസിൽ കപ്പാസിറ്റർ C1 ബന്ധിപ്പിക്കുക. ഇനി പറയുന്ന രീതിയിൽ ഫോർമുലകൾ ഉപയോഗിച്ച് മൊത്തം കപ്പാസിറ്റൻസ് കണക്കാക്കുക. കപ്പാസിറ്ററുകൾ C2, C3 എന്നിവയുടെ മൂല്യങ്ങൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ചേർക്കുക. 4 + 6 = 10 മൈക്രോഫാരഡുകൾ. ഇപ്പോൾ സർക്യൂട്ടിൽ 2 കപ്പാസിറ്ററുകൾ അതായത് 2 10 മൈക്രോഫാരഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഫോർമുലയിലെ മൂല്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C = 1/1 / C1 + 1 / C2. കാരണം അവ C = 1/1/2 + 1/10 ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മൊത്തം കപ്പാസിറ്റൻസ് മൂല്യം 1.66 മൈക്രോഫാരഡാണ്. ഇപ്പോൾ AC വോൾട്ടേജ് ഉറവിടം അതായത് 230 വോൾട്ട് 50 ഹെർട്സ് ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ 0 മുതൽ 1 ആംപ്സ് വരെ ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ച് അതായത് യെസ് എന്നിവയെല്ലാം സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുക. സർക്യൂട്ടിന് സമാന്തരമായി ഒരു വോൾട്ട് മീറ്റർ V അതായത് 0 മുതൽ 300 വരെ വോൾട്ട് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 8. 0 മുതൽ 300 വരെ വോൾട്ട് വരെയുള്ള 2 ചലിക്കുന്ന ഇരുമ്പ് വോൾട്ട് മീറ്ററുകൾ അതായത് V1, V2 ബന്ധിപ്പിക്കുക. സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നതുപോലെ V1 C1ന് സമാന്തരമാണ്. V2 C2 C3 എന്നിവയ്ക്ക് സമാന്തരമാണ്. യെസ് സ്വിച്ച് അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. ടാബുലേഷനിലെ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. കപ്പാസിറ്റൻസ്, റിയാക്റ്റൻസ്, Xയുടെ മൂല്യം കണക്കാക്കുക. Xc = 1/2πfc. പൈക്ക് 3.14, ഫ്രീക്വൻസിക്ക് 50 ഹെർട്സ്, സിക്ക് 1.66 മൈക്രോഫാരഡ് എന്നിവ മാറ്റിസ്ഥാപിക്കുക. കാരണം ഞങ്ങൾ ഇതിനകം മൊത്തം കപ്പാസിറ്റൻസ് 1.66 മൈക്രോഫാരഡായി കണക്കാക്കിയിട്ടുണ്ട്. അതിനാൽ നമുക്ക് കപ്പാസിറ്റൻസും പ്രതികരണവുമുണ്ട്. Xc = 1918 ഓംസ്. ഫോർമുല ഉപയോഗിച്ച് കറണ്ട് കണക്കാക്കുക. I = V/SC. I = 240/1918. നമുക്ക് 0.125 ആംപ്സ് അല്ലെങ്കിൽ 125 മില്ലി ആംപ്സ് കറണ്ട് ലഭിക്കുന്നു. ഫോർമുലയിൽ നിന്ന് C1, C2, C3 എന്നിവയിലുടനീളമുള്ള വോൾട്ടേജ് V1, V2 എന്നിവ കണക്കാക്കുക. V = I × Xc. അതുപോലെ V1 = I × Xc 1. V2 = I × Xc 2. Xc1 = 1/2 × π × f × c. Xc1 = 1/2 × 3.14 × 50 × 2 × 10⁻⁻⁶. Xc1 = 1592 ohms. Xc2 = 1/2 × π × f × c. Xc2 = 1/2 × 3.14 × 50 × 10⁻⁻⁶. V1 = I × Xc1. V1 = 0.125 × 1592. V1 = 199 വോൾട്ട്. V2 = I × Xc2. V2 = 0.125 × 318. V2 = 39.5 വോൾട്ട്. നിങ്ങൾ V1, V2 എന്നിവ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 239 വോൾട്ട് ലഭിക്കും. ഇത് 240 വോൾട്ടുകളുടെ ഇൻപുട്ട് വോൾട്ടേജിന് ഏകദേശം തുല്യമാണ്.
കണക്കാക്കിയ മൂല്യങ്ങൾ അളന്ന മൂല്യങ്ങൾക്ക് ഏകദേശം തുല്യമാണെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കപ്പാസിറ്ററുകൾ സീരീസിലും സമാന്തരമായും ആവശ്യാനുസരണം ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.